Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി റോയൽ ടെക് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് വെച്ചാൽ ഡ്യൂ റെക്കോർഡിലെ ഒരു ഹിഡൻ ഫീച്ചറിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആ വീഡിയോ ഡ്യൂ റെക്കോർഡർ വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഫയലിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി കാണാം. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അങ്ങ് പോയേക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്ക്രീൻ റെക്കോർഡർ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് നിങ്ങൾ ആ ആപ്പിനകത്ത് കയറുക. ആപ്പിനകത്ത് കയറുമ്പോൾ സൈഡിൽ 3 ഡോട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ അവിടെ 3 ഡോട്ട്സ് കാണാം. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഡ്രിം, അത് കണക്ക് ആഡ് മ്യൂസിക്, ആഡ് സബ് ടൈറ്റിൽ എന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ഡ്രിം ചെയ്യണമെങ്കിൽ ഡ്രിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഡ്രിം എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു. അവിടെ നമുക്ക് ഈ വീഡിയോയുടെ സൈസ് കുറച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ഡ്രിം ആക്കാം. ഞാൻ ഇവിടെ ഡ്രിം ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രിം ചെയ്ത ഭാഗം കാണുന്നുണ്ടെങ്കിൽ താഴെ പ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് അവിടെ കാണാം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിമൂവൽ മിഡിൽ പാത്ത് എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് മിഡിലെ എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ കാൻമാസ്റ്ററിലൊക്കെ ചെയ്യുന്ന കണക്ക് നടുക്ക് നിന്ന് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ കട്ട് ചെയ്യാമെന്നാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സൈഡിലായിട്ട് 2 ബാർ കാണും. അത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് കട്ടായി പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ആഡ് മ്യൂസിക് എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ പടമൊക്കെ ആയിട്ടുള്ള ആഡ് മ്യൂസിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ആഡ് മ്യൂസിക് പ്രിവ്യൂ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാം. അതിൽ ആഡ് മ്യൂസിക് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡിവൈസിലെ മ്യൂസിക്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഡിവൈസിലെ മ്യൂസിക്കാണ് കാണുന്നത്. അപ്പം ഇതിലൊരു മ്യൂസിക് ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുക്കുമ്പം BGM എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വന്നിട്ട് അതിനകത്ത് നമുക്ക് മ്യൂസിക്, അതായത് നമ്മൾ എടുത്ത പാട്ടിൻ്റെ ഇൻറ്റൻസിറ്റി സൗണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം ടോപ്പിലായിട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇപ്പോൾ മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീ ചെയ്യണമെങ്കിൽ പ്രീ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്യാം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് സബ് ടൈറ്റിലാണ്. ആഡ് സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് സബ് ടൈറ്റിൽ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ അവിടെ കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് സബ് ടൈറ്റിലാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മണ്ടയിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്കവിടെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം. അത് ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അടിക്കുകയാണ്, റോയൽ ടെക്. അതിനുശേഷം താഴെ നമുക്ക് ആ വീഡിയോന്ന് എവിടെ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒക്കെ നമുക്ക് കൊടുക്കാം. അതിന് ടൈമറൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻഡ് ടൈം ഞാനിപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്കിത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ വീഡിയോയുടെ സെൻറ്ററിലായിട്ട് റോയൽ ടെക് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മണ്ടയിൽ ഒരു ബ്ലൂ ഇത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് കണക്ക് കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിലൊരു കളർ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇതിലെ സബ് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എൻട്രോ ആൻഡ് ഔട്ട്രോ എന്നാണ്. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു എൻട്രോയോ അത് കണക്ക് വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു ഔട്ട്രോ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എൻട്രോ ഔട്ട്രോ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് എൻട്രോയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലസ് ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനപ്പോൾ എൻ്റെ ഫോണിൽ ഈ ഒരു ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പ്ലേ ആകുമ്പോൾ ഫസ്റ്റിലെ ആ ഒരു പിക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഔട്ട്രോ സെറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ഈ ആപ്പിൽ തന്നെ ഉള്ള ഡെഫോൾട്ടായിട്ടുള്ള 2 ഔട്ട്രോ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അത് കൂടാതെ നമ്മൾ നേരത്തെ പിക്ക് ആഡ് ചെയ്തതാണെങ്കിൽ, അതായത് എൻട്രോ ആഡ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഔട്ട്രോ വേണമെങ്കിൽ സൈഡിൽ പ്ലസ് ബട്ടൺ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി പോയിട്ട് ഒരു പിക്ക് സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ നേരത്തെ എടുത്ത പിക്ക് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കൺഫേം കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ എൻട്രോയും ഔട്ട്രോയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ ഒരു റെക്കോർഡർ വെച്ചാൽ നമുക്കിങ്ങനെ എൻട്രോ ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് സേവ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വെർട്ടിക്കൽ വീഡിയോ വയ്ക്കുന്നത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഹൊറിസോണ്ടൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വെർട്ടിക്കൽ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓവർലേ ആയിട്ട് ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തൊരു ഫീച്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്രോപ്പ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ. ഇത് കണക്ക് ഞാനിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ക്രോപ്പ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വീഡിയോയുടെ നമ്മൾ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നൊരു ഐക്കൺ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് കാണുന്നത് വെച്ചാൽ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് വീഡിയോ പല വിധത്തിൽ റൊട്ടേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുത്താൽ ആ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത ഈ വീഡിയോ എങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് മണ്ടയിൽ വീണ്ടും സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇത് വരും. അപ്പോൾ അവിടെ പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിലേക്ക് ഈ വീഡിയോ ഈസി ആയിട്ട് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. അതുവരെയും ബൈ.